ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാംകോ അതേപോലെ PWD ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ ക്യാംകോയിൽ ഇലക്ട്രീഷ്യനും അതേപോലെയാണ് PWD ലൈൻമാൻ നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. 2021 നടത്തിയ ഒരു എക്സാം ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആ ഒരു സമയത്ത് ഓരോ ജില്ല വൈസ് ആയിട്ട് തന്നെയായിരുന്നു ലൈൻമാന്റെ ഒക്കെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലൈൻമാന്റെ ഒക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഇലക്ട്രീഷ്യനും കോമൺ എക്സാം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 15/2021 ആയിരുന്നു. ആ ഒരു സമയത്ത് 75 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും എന്താ 90 മിനിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PYQസിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം അതിനെപ്പറ്റി അവെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനിയിപ്പം KCB വർക്കിന്റെ ഒക്കെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെഷൻസ് തന്നെ കൂടുതൽ അത് യൂസ്ഫുൾ ആവുന്നുണ്ടാവും. എനിവേ നമുക്ക് അവിടെ കണ്ടന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ എ അലുമിനിയം ആറ്റം? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ അലുമിനിയം ആറ്റം? എത്രയുണ്ട്? നമ്മള് അവിടെ ആ വാല്യൂസ് എന്താ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള കാര്യമുണ്ട് അല്ലെ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം അല്ലെ. അപ്പൊ അലുമിനിയത്തിന്റെ എത്ര വരുന്നത്? 13 വരുന്നത്. ഓക്കെ, അലുമിനിയത്തിന്റെ 13. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താ പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പം 18 18 ആർഗണാണ് വരുന്നത് അല്ലെ. അതേപോലെ 29 ഏതാ വരുന്നത്? 29 കോപ്പർ അല്ലെ. ഓക്കെ, അപ്പൊ 43 ഏതാന്നില്ല നിങ്ങൾ കമന്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. കാരണം വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ അത് ആ ഒരു വാല്യൂസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, കാരണം വെച്ചാല് ഇമ്പോർട്ടന്റ് ആണ്. അതേ കൂടാണ്ട് നമ്മൾ ആ ഒരു ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നതിന്റെ കാര്യം കൂടി പഠിക്കുക. അത് നമുക്ക് അറ്റോമിക് നമ്പർ അറിയാന്നുണ്ടെങ്കിൽ, അല്ല എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. 2 8 18 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നത്തിങ് ബട്ട് എന്താ, ചാർജ് ആണ് അല്ലെ. ചാർജ്, ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോംബ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താ, ചാർജ് ആണ്, ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കൂളോംബ് ആണ്. ഓക്കെ, തെറ്റിക്കല്ലേ. ഇതിലിപ്പം മോന്ന് പറയുന്നുണ്ടല്ലോ. മോന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? മോന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? പറ. മോന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീമൻ എന്ന് പറയുന്നത് എന്താ? നമ്മളെ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ഓം എന്ന് പറയുന്നതോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ആംപിയർ എന്ന് പറയുന്നതോ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, തെറ്റിക്കല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ വിചാരിച്ച് തെറ്റിക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡർ? ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. MBBS ക്വസ്റ്റ്യൻസ് ആണ്. എത്ര വരിക? 185 ആണല്ലേ. ആ വാല്യൂസ് ഒക്കെ നിങ്ങളവിടെ ബൈ ഹാർട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്, ടിന്നും ലെഡിന്റെയും കോമ്പോസിഷൻ എന്താണ്? ഫൈൻ സോൾഡറിൽ ടിന്നിന്റെയും ലെഡിന്റെയും കോമ്പോസിഷൻ എത്രയാണ്? 63 37 അല്ലെ. 63 37. ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, തെറ്റിക്കരുത്. H1 is equal to the 1 mega ohm. 1 mega ohm എന്ന് പറയുമ്പോൾ 10⁻6 ohm. അപ്പോൾ 10⁻6 എവിടെ വരുന്നത്? ഓക്കെ, ഓപ്ഷൻ എ. 1 മെഗാ ഓം എന്ന് പറയുന്നത് 10⁻6. 1 കിലോ ഓം എന്ന് പറയുന്നതോ 10 ക്യൂബ് അല്ലെ. 1 കിലോ ഓം എന്ന് പറയുന്നത് 10 ക്യൂബ്. തെറ്റിക്കരുത്. കാരണം വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്കവിടെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അയോൺ? വിച്ച് എഫക്ട് ഈസ് യൂസ്ഡ് ഫോർ വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അയോൺ? എന്താ, ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. എന്ത് ഹീറ്റിംഗ് എഫക്ട്? ഇപ്പൊ കെമിക്കൽ എഫക്ട് എവിടെ യൂസ് ചെയ്യുന്നത്? കെമിക്കൽ എഫക്ട് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ സെൽസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ എഫക്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതല്ല. ഓക്കെ, അതായത് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ സെൽസിൽ. ഓക്കെ, അതേപോലെ ഇപ്പൊ ലൈറ്റ് എഫക്ട് ആണെന്നുണ്ടെങ്കിലോ, ലൈറ്റ് എഫക്ട് നമ്മുടെ ലാമ്പിലാണ് അല്ലെ. ഓക്കെ, ലൈറ്റ് എഫക്ട് നമ്മുടെ ലാമ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഹീറ്റിംഗ് എഫക്ട് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അതിനടുത്ത ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഇവിടെ ചോദിക്കുന്നത്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആറ്റം?
ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം, അതൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ. സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പം എത്രയാ? 4 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. തെറ്റിക്കല്ലേ, 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The normal current carrying capacity of 1.5 square mm copper cable is 16 ampere. What's the current carrying capacity of a cable when protected by a coarse excess current protection? ഇപ്പൊ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആകുമ്പോൾ എന്താ വരിക? ഇവിടെ ഇപ്പൊ 16 ആംപിയർ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ കറന്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പം നമുക്ക് അവിടെ ഒരു ടേബിൾ ഉണ്ട് അല്ലെ. അപ്പൊ ടേബിൾ വെച്ചിട്ട് നമുക്ക് അവിടെ നോക്കുമ്പോൾ 13 ആംപിയർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, 13 ആംപിയർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ആ ഒരു ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, 9. വാട്ട് ഇസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ വെൻ കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ഓഫ് ദി സെയിം സൈസ്? എത്ര വരാ? നമുക്കറിയാം, സെയിം സൈസ് കണ്ടക്ടറിന്റെ സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അലുമിനിയത്തിന് ലോവർ കണ്ടക്ടിവിറ്റി ആണ് ഉണ്ടാവുക കമ്പയർഡ് ടു കോപ്പർ. അപ്പൊ നമ്മൾ നോർമലായിട്ട് നമ്മൾ പറയുന്നത് എന്താ? 60.6% എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവിടെ പറയുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. XLPE വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് XLPE കേബിൾ? എന്താ XLPE എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ലാസ്റ്റോട്ട് പോവാം. എത്ര വരുന്നത്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് ഹാവിംഗ് 2.5 ആംപിയർ ആൻഡ് വോൾട്ടേജ് അപ്ലൈഡ് ഈസ് 230 വോൾട്ട്. അപ്പൊ നമുക്ക് എന്ത് 230/2.5 ചെയ്യാം. 230/2.5 അപ്പൊ എത്ര ഒരു ആൻസർ? 230/2.5. 23ല് എത്ര ഓട്ടം പോകും? 2.5 9 ഓട്ടം പോകുന്നുണ്ടാവും. ബാലൻസ് 22.5 അല്ലേ വരാം. ഓക്കെ, അപ്പോ 92 കിട്ടുന്നുണ്ടാവും അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ഇൻ ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0? എന്താ? ആദ്യം പെട്ടവർ KCL ആണോ KVL ആണോ? KCL കിർച്ചോഫ് കറന്റ് ലോ, KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ. KCL എന്താ പറയുന്നത്? ഒരു നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ സം ഓഫ് എൻട്രിങ് കറന്റ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് ലീവിംഗ് കറന്റ്, അല്ലെങ്കിൽ ആൽജിബ്രിക് സം ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് KCL. അപ്പൊ ഇവിടെ പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് കാര്യം. അപ്പൊ KVL ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ KCL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് ചാർജ്, KVL എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് എന്താ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതേപോലെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് എന്താ നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത കൺസെപ്റ്റും കാര്യങ്ങളും കൂടി പറയാം. ഓക്കെ, വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. സെമി കണ്ടക്ടറിന്റെ കേസിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താ? നെഗറ്റീവ് ആണ്. അതേപോലെ പോസിറ്റീവ് ടെമ്പറേച്ചർ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? മെറ്റൽസിനാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടാവുക. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഇസ് ടിപ്പിക്കൽ ഫോർ മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഇലക്ട്രോളിസിസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇസ് കോൾഡ്? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ആനോഡ് അല്ലേ. ഓക്കെ, ഇലക്ട്രോളിസിന്റെ കേസിൽ ആനോഡ് ആണ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ?
റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 0.017 മൈക്രോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് EMF ഓഫ് ലെഗ്രാഞ്ച് സെല്ല്? അല്ല, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്, ഈ ബേസ്ഡ് മെറ്റീരിയൽസ് നിങ്ങൾ പഠിക്കുക. അത്ര 1.5 വോൾട്ട് ആണ് വരുന്നുണ്ടാവുക. 1.5 അല്ലേ? അല്ലെ 1.5 വോൾട്ട് അല്ലേ? ഓക്കെ. 2 വോൾട്ടോ? 2 വോൾട്ട്, 2 വോൾട്ട് എവിടെ വരിക? 2 വോൾട്ട് ലെഡ് ആസിഡ് സെല്ലിന്റെ കേസിൽ നമ്മൾ 2 വോൾട്ട് ആണ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ലെഡ് ആസിഡിന്റെ കേസിൽ 2 വോൾട്ട് ആണ് നമ്മളോട് പറയുന്നുണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ 5 സെൽസ് ഓഫ് 1.5 വോൾട്ട് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? പാരലൽ ആകുമ്പോൾ എന്ത് വരും? 1.5 തന്നെ. കാരണം വെച്ചാൽ പാരലൽ ആകുമ്പോൾ സെയിം വോൾട്ടേജ് അല്ലേ? അപ്പോൾ 1.5 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വിച്ച് വൺ ഓഫ് ദി ഹാർംഫുൾ ഗ്യാസ് എവല്യൂട്ട്സ് അറ്റ് ദി ടൈം ഓഫ് ചാർജിങ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയുടെ കേസിൽ എന്താ വരിക? ഹൈഡ്രജൻ ആയിരിക്കും അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഹൈഡ്രജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കവിടെ നിയോണിന്റെ കേസിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ സൈഡിൽ നിന്ന് എന്താ പറയണ്ട, ഇവോൾവ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. പിന്നെ ഓക്സിജന്റെ കേസിലാകുമ്പോൾ ഓക്സിജൻ ചിലപ്പം ഇവോൾവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതിന്റെ ഒരു ഹാർംഫുൾ ഗ്യാസ് അല്ല. ഓക്കെ, ഹാർംഫുൾ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ഗ്യാസ് അല്ല. അതുകൊണ്ട് നമ്മളുടെ ക്വസ്റ്റൻ എന്റെ ഹാർംഫുൾ ഗ്യാസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്സിജൻ നമുക്ക് അവിടെ വരാം, പക്ഷെ അത് എന്താ പറയുക, ഹാർംഫുൾ ഗ്യാസ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഓപ്ഷൻസ് ഒഴിവാക്കാം. അതേപോലെ നൈട്രജൻ എന്തായാലും വരില്ല. അപ്പൊ ഇതിലെ ബെറ്റർ ചോയ്സ് ഹൈഡ്രജൻ ആണ്. അടുത്ത ക്വസ്റ്റൻ, what is the method of charging the battery is called when the battery is charged at every low rate? Sorry, at a very low rate. At a very low rate. എന്താ എന്തായാലും ആൻസർ വരാം? ട്രിക്കിൾ ചാർജ് മെത്തേഡ് അല്ലേ? ഓക്കെ, അറ്റ് വെരി ലോ റേറ്റിലാകുമ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് പറയുന്ന പേര് ട്രിക്കിൾ ചാർജിങ് മെത്തേഡ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the bending of electrodes of a lead acid cell due to the overcharging and discharging the improper electrolyte and temperature is known as? എന്താ? ബക്ലിംഗ് അല്ലേ? അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലേ? ഓപ്ഷൻ സി ബക്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ട്. ബെൻഡിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി പ്ലേറ്റ് ഈസ് കോൾഡ് ബക്ലിംഗ്. ഓക്കെ, സൾഫേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സൾഫേഷൻ സൾഫേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഹാർഡ് ലെഡ് സൾഫേറ്റ് ഓൺ പ്ലേറ്റ്, അതാണ് സൾഫേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാലോ, ദ അക്യുമുലേഷൻ ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ അറ്റ് ദി ബോട്ടം ഓഫ് ദി സെല്ല്, അതാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബക്ലിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ബെൻഡിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി പ്ലേറ്റ്സ് ഈസ് കോൾഡ് ബക്ലിംഗ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് വാട്ടർ? വാട്ടർ എന്ന് പറയുന്ന ഒരു ഡയാമാഗ്നറ്റിക് ആയിട്ട് നമുക്ക് അവിടെ പറയാം അല്ലെ? ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയാമാഗ്നറ്റിക് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇറ്റ് ഈസ് വീക്ക്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പറയുന്നുണ്ട്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അയൺ ആണ് എക്സാമ്പിൾ അല്ലെ? കാരണം വെച്ചാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റ്സ്, അതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ഡയറക്ഷൻ ദ ഇന്റേണലി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ്? ഏതാ? സൗത്ത് ടു നോർത്ത് അല്ലേ വരാം? അതായത് നമ്മളവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് നമ്മൾ സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് ഉണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. നോർത്തും സൗത്ത് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണ് അല്ലെ? നോർത്ത് സൗത്ത് എന്നുള്ളത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണ്. ഇന്റേണലി എന്ന് പറയുന്നതുകൊണ്ട് സൗത്ത് ടു നോർത്ത് ആണ് വരുന്നുണ്ടാവുക.
അതുപോലെ സൗത്ത് ടു സൗത്ത് അല്ലെങ്കിൽ നോർത്ത് ടു നോർത്ത് എന്ന് പറയുന്ന ഒരു വാലിഡ് അല്ല, ഒരു ഡയറക്ഷൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ബാർ മാഗ്നറ്റ് ഇസ് ബ്രോക്കൺ ഇൻ ടു ടു പീസസ്? ടു പീസസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? അത് ഈച്ച് പീസ് വിൽ ബിക്കം എ സെപ്പറേറ്റ് മാഗ്നറ്റ് അല്ലെ, സെപ്പറേറ്റ് മാഗ്നറ്റ് ആയിട്ട് അത് മാറുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഡയറക്ഷണൽ ഇൻഡിക്കേഷൻ ഓഫ് എ മിഡിൽ ഫിംഗർ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? നമ്മളവിടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂള് ജി ഫോർ ജനറേറ്റർ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലോ മോട്ടോറിന്റെ കേസിലാണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ ജനറേറ്ററിന്റെ കേസിൽ ആണ് പറഞ്ഞേക്കുന്നത് ഡയറക്ഷൻ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ. മിഡിൽ ഫിംഗർ എന്തിന്റെയാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്താ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനിയിപ്പം ഫോർ ഫിംഗർ ആണെങ്കിലോ ഡയറക്ഷൻ ഓഫ് ഫ്ലെക്സ് ആണല്ലേ. ഡയറക്ഷൻ ഓഫ് ഫ്ലെക്സ് ആണെങ്കിൽ ഫോർ ഫിംഗർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ മോഷനോ തമ്പ് അല്ലെ, തമ്പ്. ഓക്കെ, ഇതിലിപ്പം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പറയുമ്പോൾ നമ്മൾ മോട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നുണ്ടാവുക. മോട്ടറിന്റെ കേസിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് എംഎഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇ ഈസ് നത്തിങ് ബട്ട് n into d5/dt അല്ലെ. എന്താ വരിക ആൻസർ? ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. Okay, which law states that the magnitude of the induced EMF is directly proportional to the rate of change of flux linkage? Okay, Faraday's like second law of electromagnetic induction. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? അതായത് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് ലോ അതായത് an EMF is induced when the flux linkage changes ആണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലോ പറയുന്നതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is directly proportional to the rate of change of ഫ്ലക്സ് ലിങ്കേജ്. ലെൻസ് ലോ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. 26. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് എം എം എഫ് ആസ് റിഗാർഡിംഗ് ദി ഇലക്ട്രോമാഗ്നറ്റിസം? എന്താ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നിങ്ങൾ എം എഫ് അല്ലെ, എം എം എഫ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് എന്താ പറയുക മോട്ടീവ് ഫോഴ്സ് ആണോ അല്ലെ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണോ? ഇതിൽ മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എം എം എഫ് മാഗ്നറ്റിക് മോട്ടോർ ഫോഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മോട്ടോർ ഫോഴ്സ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ബി യു സി തമ്മിലൊരു ഡൗട്ട് വരാൻ സാധ്യത വ്യത്യസ്തപ്പെട്ട മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് തന്നെയാണ് എം എം എഫ്. ഓക്കെ, ക്ലിയർ ആണ്. The property of a magnet which opposes the magnetic flux through is called. നമ്മൾ പഠിക്കുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും കമ്പയർ ചെയ്തിട്ട് നമ്മളവിടെ പഠിക്കാം. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ റിലക്റ്റൻസ് കമ്പയർ ടു റെസിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇതിലിപ്പോ പെർമിയബിലിറ്റി പറഞ്ഞു. അപ്പൊ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ദ ഈസ് വിത്ത് മാഗ്നറ്റിക് അല്ലെങ്കിൽ ഈസ് വിത്ത് ദി മെറ്റീരിയൽ പെർമിറ്റ്സ് ദ ഫ്ലക്സ്. അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ ഫ്ലോ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാവുന്നത് അല്ല, അതാണ് നമ്മളെ പെർമിയബിലിറ്റി ആയിട്ട് പറയുന്നുണ്ടാവുക. അതേപോലെ അതിലെ റെസിഡുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താ? ദ മാഗ്നറ്റിസം ലെഫ്റ്റ് ആഫ്റ്റർ റിമൂവിംഗ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിസത്തിനെയാണ് എന്ത് പറയുന്നത്? റെസിഡുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താ? റിയാക്ടൻസ് എന്ന് പറയുന്നത് നമ്മളവിടെ എ സി സർക്യൂട്ടിൽ ഓപ്പോസ് ചെയ്യുന്നതാണ് അല്ലെ. എ സി സർക്യൂട്ടിൽ അവിടെ ഓപ്പോസ് ചെയ്യുന്നതാണ് നമ്മളോട് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ഇലക്ട്രിക്കൽ സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങളവിടെ പഠിക്കാം. ഓക്കെ,
വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെ? ഓപ്ഷൻ ഡി ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ബി ഈസ് നത്തിങ് ബട്ട് 5/A ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ വെബർ, ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിലിപ്പോ ആംബിയർ ടേൺസ് വരുന്നുണ്ട്. ആംബിയർ ടേൺസ് ഇതിന്റെ യൂണിറ്റ് ആണ്, MMF യൂണിറ്റ് ആണ് അല്ലെ? ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് MMF മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. വെബർ പറഞ്ഞു എന്ത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ. ഇനിയിപ്പം ആംബിയർ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ വേണമെങ്കിൽ കറന്റ് ഡെൻസിറ്റി എന്നുള്ള രീതിയിൽ പറയാം. കാരണം വെച്ചാല് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ. Three capacitors 25 millifarad, 125 millifarad and 150 millifarad are connected in parallel. Find the value of total capacitance. പാരലൽ ആകുമ്പോഴെന്ന് ഇതെല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലെ? പാരലൽ ആണ്. കപ്പാസിറ്റേഴ്സ് പാരലൽ ആകുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. കപ്പാസിറ്റർ പാരലൽ ആകുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്താൽ 25, 125, 150, 150, 300. ഇനി കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിലോ 1/C=1/25 പ്ലസ് 1/125 പ്ലസ് 1/150. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ 300 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ചാർജ്? Q ഈസ് നത്തിങ് ബട്ട് C/V അല്ലെ? C ഈസ് നത്തിങ് ബട്ട് Q/V. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആവറേജ് വാല്യൂ ഓഫ് AC സൈൻ വേവ്? AC സൈൻ വേവിന്റെ ആവറേജ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ 2Vm/π അല്ലെങ്കിൽ 2/π ഇതിന്റെ രീതിയിൽ അല്ലെ? അപ്പൊ 2/π എന്ന് പറയുമ്പോൾ 0.637 IMAX ആണ് വരുന്നുണ്ടാവുക. ഇതെന്താ RMS വാല്യൂ IM/√2 അല്ലെ? തെറ്റിക്കല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. AC ഫണ്ടമെന്റൽസ് ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് വരാം. The ratio of effective value to the average value of a half cycle is called effective value by average value. It is nothing but our form factor അല്ലെ? ഫോം ഫാക്ടർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഫോം ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് സസെപ്റ്റൻസ്? സസെപ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മോ അല്ലേ? ഓപ്ഷൻ സി മോ ആണ് കറക്റ്റ്. സസെപ്റ്റൻസിന്റെ യൂണിറ്റ് പറയുന്നത് മോയാണ്. ഇതിലിപ്പോ ഹെൻറി എന്ന് പറയുന്നത് എന്താ? ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോഡ് പവർ ഫാക്ടർ ഇസ് യൂണിറ്റി? ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോഡ് ദ പവർ ഫാക്ടർ ഇസ് യൂണിറ്റി? പ്യുവർ റെസിസ്റ്റീവ് ലോഡിന്റെ കേസാണ് പവർ ഫാക്ടർ എന്ന യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോഡ് ദ പവർ ഫാക്ടർ ഇസ് യൂണിറ്റി? പ്യുവർ റെസിസ്റ്റീവ് ലോഡിന്റെ കേസിലാണ് പവർ ഫാക്ടർ എന്താ യൂണിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കപ്പാസിറ്റീവ് ലോഡ് പറഞ്ഞു. അപ്പൊ കപ്പാസിറ്റീവ് ലോഡിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ലീഡിങ് പവർ ഫാക്ടർ ആണെന്ന് നല്ല രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇൻഡക്റ്റീവ് കേസിലാണെങ്കിലോ നമുക്കവിടെ ലാഗിങ് ആണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ? ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ മിനിമം ഡയമെൻഷൻ ഓഫ് കോപ്പർ എർത്ത് പ്ലേറ്റ് ആസ് പെർ IS? ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോപ്പർ എർത്ത് പ്ലേറ്റിന്റെ ഡയമെൻഷൻ എന്താണെന്ന് വിചാരിക്കും. ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട വാല്യൂസ് ആണ്. എത്ര? 60 സെന്റിമീറ്റർ ഇൻറ്റു 60 സെന്റിമീറ്റർ ഇൻറ്റു 3.15, 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ ബൈ 3.15 mm. ഓക്കെ, 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ ബൈ 3.15 mm ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വാട്ട് ഈസ് ദി മിനിമം ഇന്റേണൽ ഡയമീറ്റർ ഓഫ് GI പൈപ്പ് ഫോർ പൈപ്പ് എർത്തിങ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്? ഇന്റേണൽ ഡയമീറ്റർ ഓഫ് GI പൈപ്പ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു എർത്തിങ് റിലേറ്റഡ് ഇഷ്ടംപോലെ നമുക്ക് അവിടെ വാല്യൂസിന്റെ അവിടെ ബൈ ഹാർട്ട് പഠിക്കാറുണ്ട് അല്ലെ?
അപ്പൊ ഇവിടെ 38 mm ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 38 mm ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിലിപ്പം ഓക്കെ, 38 mm ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് RCCB? RCCBയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ? റെസിഡുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. As per IA Rule 48, the maximum permissible voltage drop in a power industrial circuit should not more than. നമ്മൾ IA റൂളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, കൃത്യമായിട്ട് വരാം. അത്ര 5% ആണല്ലേ? 5% ഓഫ് ദി ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജ്. പിന്നെ അടുത്തത്, വാട്ട് ഇസ് ദി മാക്സിമം ലോഡ് ഇൻ എ സബ് സർക്യൂട്ട് ആസ് പെർ IA റൂൾ റിഗാർഡിംഗ് ദി ഇന്റേണൽ വയറിംഗ്? മാക്സിമം ലോഡിന് സബ് സർക്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. സബ് സർക്യൂട്ട് ആകുമ്പോൾ അവിടെ എത്ര? 800 വാട്ട്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ? 800 വാട്ട്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു IS Indian standards, the insulation resistance of any wire installation should not be less than 1 mega ohm അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. should not be less than 1 mega ohm. The working principle of DC generator is based on ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഞങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വാങ്ങിക്കാതെ ഇതാക്കരുത്. നമ്മൾ പെട്ടെന്ന് G4 റൈറ്റ് ഹാൻഡ് റൂൾ എന്നുള്ള രീതിയിൽ തെറ്റിക്കരുത്. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് അവിടെ ചോദിച്ചേക്കുന്നത്, അല്ലാതെ നമ്മളവിടെ ഡയറക്ഷൻ അല്ല ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനെ നോക്കുക. ഓക്കെ, തെറ്റിക്കല്ലേ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ മോട്ടറിന്റെ ഡയറക്ഷനും, അതേപോലെ റൈറ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ നമ്മളെ EMFന്റെ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. എന്താ പറയണ്ടേ, പെട്ടെന്ന് നിങ്ങൾ എവിടെ ചെന്നിട്ട് ആൻസറിലേക്ക് എത്തരുത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 42. ഇൻ DC മെഷീൻ, നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു. നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽസിന് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ DC ജനറേറ്റർ ദ ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ. ലാപ്പ് എന്ന് പറയുമ്പോൾ പി ഉണ്ട്. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ലാപ്പ് എന്ന് പറയുമ്പോൾ പി ഉണ്ട്. പി എന്ന് പറയുമ്പോൾ എത്ര പോൾ ഉണ്ടോ അത്രയും പാരലൽ പാത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെ അത്രയും പാരലൽ പാത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എന്താ വോൾട്ടേജ് ലോ വോൾട്ടേജ് ആയിരിക്കും, കറണ്ട് എന്താ ഇതെല്ലാം കൂടിയുള്ള സം ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോ ലാപ്പ് ആകുമ്പോൾ ഹൈ കറന്റ് ലോ വോൾട്ടേജ്. ഓക്കെ, ഹൈ കറന്റ് ലോ വോൾട്ടേജ് കൊടുത്തത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുക. ലാപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പാരലൽ പാത്ത് ഉണ്ട്. പാരലൽ പാത്ത് ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ അവിടെ എന്താ കറന്റ് എല്ലാം കൂടി സം ചെയ്തിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഹൈ കറന്റ് ആണ്, അപ്പൊ ലോ വോൾട്ടേജ്. ഇനിയിപ്പോ വേവ് ആണെങ്കിലോ, വേവ് ആകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഹൈ വോൾട്ടേജ് ലോ കറന്റ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എന്താ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മളോട് പഠിക്കുക. ഇനിയിപ്പോ ജനറേറ്ററിന്റെ ആപ്ലിക്കേഷൻ, വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഇസ് യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിംഗ്? ആർക്ക് വെൽഡിങ്ങിന് നമ്മൾ ഏതാ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് അല്ലേ പഠിച്ചത്? ഓക്കെ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ആണ് ആർക്ക് വെൽഡിങ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തത് 45. ആസ് പെർ BIS ഓഫ് ദി മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് റേറ്റഡ് മെഷീൻസ്. എത്രയാ? 1 മെഗാ ഓം അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വാട്ട് ഹാപ്പൻ ഇഫ് ദ ഫീൽഡ് ഫ്ലക്സ് ഓഫ് എ DC മോട്ടർ റെഡ്യൂസ് ടു ഹാഫ്? ഫീൽഡ് ഫ്ലക്സ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം N ഈസ് പ്രൊപ്പോർഷണൽ ടു 1/5 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഹാഫ് ആയി കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ടു 2 ടൈംസ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. 47. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC സീരീസ് മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. ഇന്റർചേഞ്ചിങ് ദി ഫീൽഡ് ടെർമിനൽ അല്ലെ? ഫീൽഡ് ടെർമിനൽ നമുക്ക് അവിടെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. വിച്ച് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ ദി സ്പീഡ് ഓഫ് DC മോട്ടോർ അബവ് ദി റേറ്റഡ് സ്പീഡ്? അബവ് ദ റേറ്റഡ് സ്പീഡ് ആകുമ്പോൾ നമുക്ക് അവിടെ 4 പോയിന്റ് സ്റ്റാർട്ടർ ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത് അല്ലെ? 4 പോയിന്റ് സ്റ്റാർട്ടർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, the yoke of a DC generator is usually made of. The yoke of a DC generator is usually made up of.
യോക്ക് എന്ന് പറയുമ്പം എന്താണ് ഔട്ടർ മോസ്റ്റ് ഫ്രെയിം ആണ്. അപ്പൊ അങ്ങനെയാകുമ്പം അത് കാസ്റ്റ് അയൺ ആയിരിക്കും. നമ്മൾ സ്മോൾ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ലാർജർ മെഷീൻ ആണെങ്കിലോ ഫാബ്രിക്കേറ്റഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കവിടെ കാസ്റ്റ് അയൺ എന്നുള്ള രീതിയിൽ നമുക്കവിടെ പറയാം. ഓക്കെ. In our compound generated the full load terminal voltage is. In our compound generated the full load terminal voltage is. It is more than the no load terminal voltage. Okay, it is more than the no load terminal voltage. 51ാമത്തെ ക്വസ്റ്റൻ നോക്ക്. Why the double cage rotor of a three-phase squirrel cage induction motor is short circuited? ഇതിന് to maintain a good torque. അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. Why the rotor bars of a three-phase squirrel cage induction motors are mounted on a slightly skewed position? സ്ലൈറ്റ്ലി സ്ക്യൂഡ് പൊസിഷനിൽ എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് മാഗ്നറ്റിക് ലോക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ മാഗ്നറ്റിക് ലോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ നമ്മൾ അവിടെ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. 53. വൈ ദ സ്റ്റാർട്ടർ ഈസ് നെസസറി ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ? എന്തിനാ? ടു പ്രൊട്ടക്ട് ദി മോട്ടോർ ഫ്രം ദി ഓവർലോഡ് അല്ലേ? ഓക്കെ. അതായത് നമുക്ക് അവിടെ എന്താ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യും, അതുകൂടാണ്ട് എന്താ ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ സേഫ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 54. വാട്ട് ഈസ് ദി റേറ്റിംഗ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ് ടു ബി പ്രൊവൈഡഡ് ഫോർ എ 10 HP AC ത്രീ ഫേസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ? ഇപ്പൊ ഇവിടെ എത്ര ആൻസർ വരിക? നമുക്ക് ഒന്നുകിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. എത്ര വരിക? 25 ആംപിയർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. 55. അല്ലെങ്കിൽ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചാലും മതി. ആ ഒരു ടേബിൾ വെച്ചിട്ട് നിമിയുടെ മെറ്റീരിയൽസ് ഉണ്ട്, ആ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ വെച്ചിട്ടുള്ള പഠിച്ചാലും മതി. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താ ഉണ്ടായ നിയർ ബൈ വാല്യൂസിലേക്ക് എത്തിക്കുക. ഓക്കെ. ഇതിൽ നമുക്ക് അപ്പൊ അവിടെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കിട്ടാം? പി ഈസ് നത്തിങ് ബട്ട് √3 VL ആണ്. അപ്പോ IL വാല്യൂ കണ്ടുപിടിക്കാം. IL ഈസ് നത്തിങ് ബട്ട് P/√3 VL. അപ്പോ നമുക്ക് 10 HP എന്നാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ വാട്ട്സിലേക്ക് മാറ്റാം. ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. VL എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എത്ര എടുക്കാം? 415 വോൾട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ. അപ്പോ അപ്പൊ നിങ്ങൾക്ക് അവിടെ IL വാല്യൂ കിട്ടുന്നുണ്ടാവും. അപ്പൊ IL നമ്മൾ അവിടെ എന്താ ഫ്യൂസിന്റെതാണ് വേണ്ടത് അല്ലെ. അപ്പൊ അവിടെ 1.5 ടൈംസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്താ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ടോർക്ക് റെഡ്യൂസ്ഡ് വൈൽ ദ മോട്ടർ ഈസ് റണ്ണിംഗ് ഇൻ എ സ്റ്റാർ കണക്ഷൻ കമ്പയർഡ് ടു ദി ഡെൽറ്റ കണക്ഷൻ? സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്കാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര? 1/3 ടൈംസ് ആണ് അല്ലെ. ഓക്കെ. തെറ്റിക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. Which type of the starters are suitable for three-phase squirrel cage induction motor from 20 to 150 HP? ഇതിലിപ്പോ നമുക്ക് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കവിടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, സ്ക്വിറൽ ഗേജിലല്ല. അപ്പൊ ഒന്നാമത്തെ അല്ല. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ കറക്റ്റ് ആണ്. ഓട്ടോ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ പറയില്ല, മാനുവൽ സ്റ്റാർ ഡെൽറ്റ വേണ്ട. ഓക്കെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടോർ ഈസ് ഹാവിംഗ് കമ്മ്യൂട്ടേറ്റർ? കമ്മ്യൂട്ടേറ്റർ അവിടെ റിപ്പൾഷൻ ടൈപ്പ് മോട്ടോർസിന് ഉണ്ടാവുക. ഓക്കെ. 58. Which place capacitor start and capacitor and induction motors are used? In which place the capacitor start, capacitor and induction motors are used? Different types of motors നമ്മളവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. കപ്പാസിറ്റർ സ്റ്റാർട്ടർ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടർ അല്ലെ. അപ്പൊ ഇവിടെ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടർ എവിടെയാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക? എനിക്കൊന്ന് കംപ്രസേഴ്സിലാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ.
ഇതിലിപ്പം ഗ്രൈൻഡേഴ്സിന്റെ കേസിൽ പറഞ്ഞപ്പോ നമുക്കവിടെ ഉം, ഏത് ടൈപ്പ് യൂസ് ചെയ്യാം? ഗ്രൈൻഡേഴ്സിന്റെ കേസിൽ അതുപോലെ കപ്പാസിറ്റർ, പമ്പ് മോട്ടറിലും എന്ത് ചെയ്യാം നമ്മളവിടെ കപ്പാസിറ്റർ ടൈപ്പ് മോട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? പമ്പിന്റെ കേസിൽ അതെ, വാട്ടർ പമ്പിന്റെ കേസിൽ അതാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വാഷിംഗ് മെഷീൻസിലോ, വാഷിംഗ് മെഷീനിന് സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് കംപ്രസർ ആണ്. വിച്ച് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ? സീലിംഗ് ഫാനിൽ ഏത് ടൈപ്പ് മോട്ടറാണ്? പെർമനന്റ് കപ്പാസിറ്റർ ടൈപ്പ് മോട്ടർ ആണല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, തെറ്റിക്കല്ല, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇതിലിപ്പോ യൂണിവേഴ്സൽ മോട്ടർ പറഞ്ഞു. യൂണിവേഴ്സൽ മോട്ടർ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? മിക്സർ, അതേപോലെ ഡ്രില്ല്, അതേപോലെ പോർട്ടബിൾ ടൂൾസിലൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സൽ മോട്ടർ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, തെറ്റിക്കല്ല, ആ ഒരു രീതിയിലൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാം. അതേപോലെ ഇപ്പം ഷെയ്ഡഡ് പോൾ മോട്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഷെയ്ഡഡ് പോൾ മോട്ടർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ചെറിയ ഫാനിൽ, അതേപോലെ ചെറിയ പവർ ഉള്ള ഡിവൈസിലൊക്കെ നമുക്കവിടെ ഷെയ്ഡഡ് പോൾ മോട്ടർ നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പൊ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ മോട്ടർ നമ്മൾ പറഞ്ഞു. എവിടെയാ? നമുക്കവിടെ കംപ്രസറിലൊക്കെ നമുക്കവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതേപോലെ ഹൈ ടോർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്കവിടെ ഈ കപ്പാസിറ്റർ മോട്ടറും കൂടെ യൂസ് ചെയ്യാം. അറുപത്, വീണ്ടും അതെ. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർസ് ഡെവലപ്സ് മോർ ഹോഴ്സ് പവർ പെർ കിലോഗ്രാം വെയിറ്റ്? ഏതാണ്? യൂണിവേഴ്സൽ മോട്ടർ ആണല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, വിച്ച് മെത്തേഡ് ഓഫ് പവർ ജനറേഷൻ ഹാസ് ലോ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ്? അത് സ്വാഭാവികമായിട്ടും ഹൈഡ്രോ ഇലക്ട്രിക് ആണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ് അല്ലെ? വിച്ച് മെത്തേഡ് ഓഫ് പവർ ജനറേഷൻ ഈസ് മോസ്റ്റ് കോംപ്ലക്സ്? ന്യൂക്ലിയർ അല്ലേ? ഓക്കെ, ന്യൂക്ലിയർ. an എക്സാമ്പിൾ ഫോർ കൺവെൻഷണൽ ടൈപ്പ് പവർ ജനറേഷൻ. കൺവെൻഷണൽ ഏതാ? ഡിസെൻഡിമോട്ടർ, ഹൈഡ്രോ. ബാക്കിയുള്ളതൊക്കെ വിൻഡ് എന്ന് പറയുന്നത് എന്താ? നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ആണ്. പിന്നെ ടൈഡൽ എന്ന് പറഞ്ഞാൽ നോൺ കൺവെൻഷണൽ ആണ്. സോളാർ നോൺ കൺവെൻഷണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് എയർ അല്ലേ? അല്ല അല്ലെ, എയർ അല്ല, സോറി. ഏതാ? ഫീഡ് വാട്ടർ ആണല്ലേ? ഓക്കെ, പ്രീ ഹീറ്റർ അല്ലല്ലോ, സോറി. ഫീഡ് വാട്ടർ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എയർ ഈസ് ഹീറ്റഡ് ബൈ പ്രീ ഹീറ്റർ. ഓക്കെ, തെറ്റിക്കല്ലേ? എയർ എന്താ? പ്രീ ഹീറ്റർ ആണ്, തെറ്റിക്കല്ലേ? ഫീഡ് വാട്ടർ ആണ് എന്ത് ചെയ്തേക്കുന്നത്? എക്കണോമൈസർ. എക്കണോമൈസർ ഹീറ്റ്സ് ദി ഫീഡ് വാട്ടർ. അതേപോലെ സൂപ്പർ ഹീറ്ററോ എന്തിനാ? അതായത് സ്റ്റീം ഹീറ്റ്സ് ദി സൂപ്പർ ഹീറ്റർ അല്ലെ? അതായത് സ്റ്റീം ഹീറ്റഡ് ബൈ ദി സൂപ്പർ ഹീറ്റർ. പിന്നെ ഫ്യുവലോ? ഫ്യുവലിന്റെ കേസ് നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, അവിടെ ബോയിലർ യൂണിറ്റ് ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നുണ്ടാവുക ഫീഡ് വാട്ടർ ആണ്. എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദി ഫീഡ് വാട്ടർ. ഇനി 65, ഇൻ ന്യൂക്ലിയർ റിയാക്ടർ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ? ഗ്രാഫൈറ്റ് അല്ലേ? ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ. ഗ്രാഫൈറ്റ് ആണ് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോ യുറാനിയം പറഞ്ഞു. യുറാനിയം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ ആണ്. ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ടാണ് നമ്മൾ യുറാനിയം യൂസ് ചെയ്യുന്നത്. കാഡ്മിയോ? കാഡ്മിയം എന്ന് പറഞ്ഞാൽ കൺട്രോൾ റോഡ് ആണല്ലേ? കൺട്രോൾ റോഡ്. കാരണം എന്താ? ഇത് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് കാഡ്മിയം അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ സോഡിയം. സോഡിയം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ചില റിയാക്ടേഴ്സിൽ നമ്മൾ എന്താ കൂളന്റ് ആയിട്ട് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട് സോഡിയം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് വരാം, 4 നിങ്ങൾ പഠിച്ചു നോക്കാം. വിച്ച് ഈസ് നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് ഇൻ സൈറ്റ് സെലക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്? എന്താ മേജർ കൺസിഡറബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ, അതായത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ മേജർ ആണ്, ട്രാൻസ്പോർട്ടേഷൻ മേജർ ആണ്,
കോസ്റ്റൽ ടൈപ്പ് ഓഫ് ലാൻഡ് മേജർ ആണ്. ലോഡ് സെന്റർ നമുക്ക് അവിടെ മേജർ ആയിട്ട് പറയണമെന്നില്ല. വിച്ച് ടർബൈൻ ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഹെഡ്? ഹൈ ഹെഡില് നമ്മളവിടെ ഇമ്പൾസ് ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഇമ്പൾസ് ടർബൈൻ ആണ് നമ്മളവിടെ ഹൈ ഹെഡിൽ. നിങ്ങൾ അവിടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, KFP എന്നുള്ള രീതിയിൽ കോഡ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? KF ഫോർ ലോ, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചില്ലേ? ലോ ഹെഡിന്റെ കേസിൽ കെ, ഫ്രാൻസിസ് മീഡിയം, പെൽട്ടൺ ഹൈ, ആ ഒരു രീതിയിൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും KFP. ഓക്കെ, ലോ ഹെഡ് കെ, പിന്നെ അല്ലെങ്കിൽ ഹൈ ഡിസ്ചാർജ്. ഓക്കെ, ഹൈ ഡിസ്ചാർജ് നമുക്ക് അവിടെ കപ്ലാനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. മീഡിയം ഹെഡ് ആകുമ്പം ഫ്രാൻസിസ്, പെൽട്ടൺ ഇമ്പൾസ് ടർബൈനിന്റെ ഹൈ ഹെഡിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഹാസ് ആൻ ഓപ്പറേറ്റിംഗ് ഹെഡ്. ഓപ്പറേറ്റിംഗ് ഹെഡ് എത്ര വരുന്നുണ്ടാവുക? എനിക്ക് തോന്നുന്നു ബിലോ 30 മീറ്റർ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 50 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ മീഡിയം ഹെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ പോവാം. വിച്ച് കണ്ടീഷൻ ഈസ് നോട്ട് കോസ് ഫോർ പവർ ലോസ് ഇൻ സോളാർ സെൽ? ഇതിലിപ്പം നമുക്ക് ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് പോവാം. ലോഡിംഗ് ഗ്യാസ് അവിടെ നിൽക്കട്ടെ. ടിൽറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ടിൽറ്റ് ആംഗിൾ നമ്മളവിടെ കറക്റ്റ് ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് റോങ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ഉള്ളതെന്നുണ്ടെങ്കിൽ, നമുക്കവിടെ കിട്ടുന്ന സോളാർ റേഡിയേഷൻ എന്തായിരിക്കും? കുറയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പവർ ലോസ് ഉണ്ടാവും. ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമുക്കവിടെ ഹൈ ടെമ്പറേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നം വരാം. പിന്നെ ലൈറ്റ് ഇന്റൻസിറ്റി, ലോ ലൈറ്റ് ഇന്റൻസിറ്റി ആണെങ്കിൽ ലോസ് ഉണ്ടാവട്ടെ. ഇവിടെ ബെറ്റർ ചാൻസ് ലോഡിംഗ് ആണ്. മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ എന്താണ്? വിൻഡ് പവർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല, അതേപോലെ സ്റ്റഡി അല്ല. ഓക്കെ, അതാണ്. ബാക്കിയുള്ള കാര്യമൊന്നും കുഴപ്പമില്ല. മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റന്റ് സ്റ്റഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിസ്റ്റം ഈസ് യൂണിവേഴ്സലി അഡാപ്റ്റഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ? പവർ ട്രാൻസ്മിഷനെ യൂണിവേഴ്സലി അഡാപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം അല്ലെ? ഓപ്ഷൻ ഡി, ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 11 kV അല്ലേ? ഓക്കെ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 11 kV ആണ്. നമ്മളിപ്പോ 415 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ത്രീ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ആണ് അല്ലെ? സെക്കൻഡറി ത്രീ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ആണ് 415 വോൾട്ട് എന്ന് പറയുന്നത്. അതേപോലെ 33 kV എന്ന് പറയുന്നതോ സബ് ട്രാൻസ്മിഷൻ ആയിട്ടായിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് DC ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? The generation of high DC voltage is difficult. അത് തന്നെയാണ്. In terminating on corner poles, which is insulator is used? കോർണറിന്റെ കേസ് അല്ലെങ്കിൽ ഡെഡ് എൻഡ് നമ്മളവിടെ ഷാക്കിളല്ല പഠിച്ചിട്ടുണ്ടാവുക. അതായത് ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മളവിടെ ഷാക്കിൾ ഇൻസുലേറ്റർ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഡെഡ് എൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇതിലിപ്പം സ്റ്റേ ഇൻസുലേറ്റർ ആണോ, സ്റ്റേ വയറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളവിടെ സ്റ്റേ ഇൻസുലേറ്റർ നമ്മളവിടെ വെക്കുന്നത്. അപ്പോ അതേപോലെ സസ്പെൻഷൻ ടൈപ്പ് ആണെങ്കിലും നമ്മുടെ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മുടെ സസ്പെൻഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലോ നമുക്കവിടെ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടേഴ്സിന്റെ കേസിലാണ്, അല്ലാതെ ടെർമിനേറ്റിംഗിന്റെ കേസിലല്ല. ഓക്കെ, എനിക്കൊന്ന് 75-ാമത്തത് അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതവിടെ നിൽക്കാം. 75 അവിടെ നിൽക്കട്ടെ. 76, the minimum vertical clearance required between the two live conductors in LT lines on the same support. അത്ര ഇത് 20 സെന്റിമീറ്റർ ആയിരുന്നു. വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കലേ നടക്കുള്ളൂ. ഓക്കെ, galvanized steel wires used in AC aluminum conductor steel reinforced conductors to increase the tensile strength അല്ലെ? ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക.
Okay, tensile strength. Okay. As per IA rule, medium line voltage എന്ന് പറയുമ്പോൾ ബിലോ 650 വോൾട്ട് അല്ലേ വരിക ബെറ്റർ ചോയ്സ്. ഓക്കെ. വിച്ച് ഫാക്ടർ ഈസ് നോട്ട് എഫക്ട് ദി കൊറോണ? ലൈൻ കറണ്ട് അല്ലേ? ബാക്കിയുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ലൈൻ വോൾട്ടേജിന്റെ കേസ് നമുക്കവിടെ പറയാം. ഇപ്പൊ ലൈൻ വോൾട്ടേജ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, അത് കൊറോണനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഇപ്പൊ കണ്ടക്ടർ സൈസ് ആണെങ്കിലോ നമ്മൾ അതിന്റെ സർഫസ് ഏരിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും. അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ അതിന്റെ പ്രഷർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വെതർ ഒക്കെ എന്ത് ചെയ്യും, നമ്മളവിടെ കൊറോണനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പെർമിസിബിൾ സ്പാൻ ലെങ്ത് ഓഫ് വുഡൻ പോട്സ് എത്ര? 40 to 50 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. എന്നിട്ട് ഒന്ന് എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറയുന്നത് എന്താ പറയണ്ടേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിലിപ്പം സോറി, ഒരു മിനിറ്റ്. ഡിഫറെന്റ് ഓക്കെ. ഇതിലിപ്പം വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ആംബിയർ അവർ മീറ്റർ, വാട്ട് മീറ്റർ. ഇതിലിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഇന്റഗ്രേറ്റിംഗ് അല്ലെങ്കിൽ നൾ ഡിറ്റക്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇൻഡിക്കേറ്റിംഗ് നമുക്ക് അവിടെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ നല്ല ഇൻഡിക്കേറ്റീവ് ആണ്. അപ്പൊ ആംബിയർ അവർ മീറ്റർ ആണ് ഇവിടെ എക്സാം എന്താ കറക്റ്റ് ആയിട്ട് എഴുതണ്ടാവുക. അപ്പൊ ആംബിയർ അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതിൽ വരുന്നതാണ്? ഇത് ഇന്റഗ്രേറ്റിംഗിന് എക്സാമ്പിൾ ആണ് എനർജി മീറ്റർ അല്ലെങ്കിൽ ആംബിയർ അവർ മീറ്റർ ഒക്കെ. പിന്നെ റെക്കോർഡിംഗ് നമുക്കവിടെ ആണെങ്കിൽ പൊട്ടൻഷ്യോ മീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്കവിടെ പൊട്ടൻഷ്യോ മീറ്റർ റെക്കോർഡർ അല്ലെങ്കിൽ എക്സ്വൈ പ്ലോട്ടർ ഒക്കെ നമുക്കവിടെ റെക്കോർഡിംഗിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കവിടെ പറയാം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഎംഎഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ 4.45 എം ഇൻറ്റു എഫ് ഇൻറ്റു എൻ അല്ലേ? എഫ് സ്ക്വയർ ഒന്നുമല്ലോ. അപ്പൊ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവും. ഓക്കെ. 4.44 ഇൻറ്റു 5 എം ഇൻറ്റു എഫ് ഇൻറ്റു എൻ. അതിന് അടുത്ത് എന്താ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ടേൺസ് റേഷ്യോ അല്ല, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരരുത്. E/E1 ഈസ് ഈക്വൽ ടു N/N1 ആണ് എന്തെന്ന് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. E/E1 ഷുഡ് ബി ഈക്വൽ ടു N/N1. ഓക്കെ. The primary amperturns I1 N1 of a transformer is equal to എന്താ I2 N2 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ദി DC വാല്യൂസ് ഓൺലി? PMMC ഇൻസ്ട്രുമെന്റ് അല്ലേ? PMMC ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. മറ്റേ M1 ഒന്നും അല്ലാട്ടെ, MI ആണ്. മൂവിങ് അയൺ എന്നുള്ള രീതിയിലാണ്. M1 എന്നുള്ളതൊക്കെ എററാണ്. സ്പെല്ലിംഗ് ഐ മീൻ പ്രിന്റിംഗ് എററാണ്. MI ഇൻസ്ട്രുമെന്റ് എന്താ AC DC മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. PMMC ഇൻസ്ട്രുമെന്റ് മാത്രമാണ് DC മാത്രം. ഓക്കെ. ഡൈനാമോമീറ്റർ എന്താ AC DC ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിലിപ്പോ നേരത്തെ പറഞ്ഞു ടാൻജൻ കാർബണോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ടാൻജൻ കാർബണോമീറ്റർ ഈസ് എൻ ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. എന്താ? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ ആണ് ടാൻജൻ കാർബണോമീറ്റർ. Moving system of the instrument from moving to its zero position when the instrument is connected to the supply. എന്താ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ദി ട്രാൻസ്ഫോമർ. ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് KWH ഇൻ 24 hours ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് KWH ഇൻ 24 hours പ്ലസ് ലോസ് അല്ലെ? അതായത് 24 hours നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഓവറോൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്.
അതേപോലെ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അബൌവ് 90% എന്ന രീതിയിലൊക്കെ അവിടെ പറയും അല്ലെ. ഓക്കെ, തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ. Dash type instrument, the pointer will oscillate before coming to the final deflected position. Underdamped അല്ലേ. Okay. To obtain more holes, the pure silicon crystal is doped with boron. അല്ലെ, ബോറോൺ ആയിട്ടാണ്. കാരണം എന്താ, ബോറോൺ എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ആണ്. അപ്പൊ എന്താ, ഹോൾസ് അവിടെ കൂടുതലായിരിക്കും. ഡാഷ് ഗ്യാസ് ഇസ് ഫിൽഡ് വിത്ത് ഇൻകാൻഡസൻ ലാമ്പ്. ഇൻകാൻഡസൻ ലാമ്പിൽ നമ്മളിവിടെ ആർഗൺ അല്ലേ, ആർഗൺ ആണ്. നമ്മളിവിടെ സോഡിയം എവിടെ യൂസ് ചെയ്യുന്ന, സോഡിയം വേപ്പർ ലാമ്പിലാണ് നമ്മളിവിടെ സോഡിയം ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മെർക്കുറി വേപ്പർ ലാമ്പിലാണ് മെർക്കുറി വേപ്പർ നമ്മളോട് യൂസ് ചെയ്യുന്നത്. അതേപോലെ നിയോണോ നമ്മളുടെ സൈൻ ബോർഡിൽ അല്ലെ, ഇൻഡിക്കേറ്റർ ലാമ്പ് അല്ലെങ്കിൽ സൈൻ ബോർഡിലൊക്കെയാണ് നമ്മളവിടെ നിയോൺ യൂസ് ചെയ്യുന്നത്. ഇൻകാൻസൻ ലാമ്പിൽ നമ്മളവിടെ ആർഗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെ വേണം, ഞാൻ പറഞ്ഞില്ല, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാം. നമ്മളെ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. 93. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലൂമെൻസ് അല്ലെ. ലൂമെൻസ് ആണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. ലൂമെൻസ്. കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇന്റൻസിറ്റി കാൻഡില, ഇന്റൻസിറ്റി കൂടുമ്പോൾ കണ്ടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കാം. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. അതേപോലെ ഫ്ലക്സ് എന്ന് പറയുന്നത് അതൊരു യൂണിറ്റ് ആണോ? അല്ല. കാൻഡിൽ പവർ എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ ഒരു വേറൊരു യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Illumination of a surface is inversely proportional to square of the distance from the surface. Sorry, distance from the source. Okay. Option A ആണ് correct. 95. The barrier potential of silicon diode is approximately എത്ര വരാ? 0.7 volt. നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റോമിക് നമ്പർ ഓഫ് ജർമേനിയം. നമ്മളെ എന്താ പറയണ്ട, എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മൾ പഠിക്കാം. 32 വരുന്നത്. ജർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32. 38 എത്തിന്റെയാണ്, സ്ട്രോൺഷ്യത്തിന്റെ ആണ്. 38 സ്ട്രോൺഷ്യം. 30 സിങ്ക്. 30 സിങ്ക്. 34 സെലേനിയം. ഓക്കെ. ലൂമിനസ് എഫിഷ്യൻസി ഈസ് മെഷേർഡ് ഇൻ ലൂമൻസ് പെർ വാട്ട് അല്ലെ. ലൂമൻസ് പെർ വാട്ടിലാണ് ലൂമിനസ് എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ഈസ് എൻ ആക്റ്റീവ് കമ്പോണന്റ്. ആക്റ്റീവ് കമ്പോണന്റ് എക്സാമ്പിൾ ഏതാ? ഡയോഡ് അല്ലെ. എന്താണ് ആക്റ്റീവ് കമ്പോണന്റ്, എന്താണ് പാസീവ് കമ്പോണന്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ എന്താ, പാസീവ് കമ്പോണന്റ് എക്സാമ്പിൾ ആണ് അല്ലെ. അതായത് ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കൺട്രോൾ കറന്റ് ഓർ വോൾട്ടേജ് ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ഫോർ റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതർ. ഓക്കെ. അപ്പോൾ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും എന്താ, പാസീവ് കമ്പോണന്റ് എക്സാമ്പിൾ ആണ്. ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ്, എമിറ്റർ എന്ന് പറയുമ്പോൾ ഹെവിലി ഡോപ്ഡ് ആണ് അല്ലെ. എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The visible light is the radiation in that part of the spectrum between the approximately. ഇതിലിപ്പം 250 to 375 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് യു വി റേഞ്ച് ആണ് അല്ലെ, അൾട്രാ വയലറ്റിന്റെ റേഞ്ച് ആണ്. അപ്പൊ അത് വിസിബിൾ അല്ല. ഇനിയിപ്പോ 340 തൊട്ടിട്ട് 630 വരെയാണെന്നുണ്ടെങ്കിലോ അത് പറയാൻ വേണ്ടി പറ്റൂല. അത് നമുക്ക് അവിടെ യു വിന്റെ ഇതില് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ 380 തൊട്ടിട്ട് 740 വിസിബിൾ വരുന്നത്. ഓക്കെ, 380 തൊട്ട് 740 നാനോമീറ്റർ. അതേപോലെ ഇപ്പൊ 480 തൊട്ട് 960 ഇനിഷ്യൽ സ്റ്റേജ് കുറച്ചവിടെ മിസ്സായി. പിന്നെ അത് അവസാനം ഇൻഫ്രാറെഡിലേക്ക് വന്നു. അപ്പൊ ഇത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പൊ നമ്മളവിടെ 100 ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോ വീണ്ടും നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ ഇൻഫോം ചെയ്യാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.